നമ്മൾ കലോത്സവ വേദിയിലെ മിമിക്രി അതിൻ്റെ ഒരു നിലവാരം അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൊല്ലം സിറാജ് നമുക്കറിയാമല്ലോ, വളരെ പ്രമുഖനായിട്ടുള്ള കൊല്ലം സിറാജ് ലല്ലുവുമായി സംസാരിച്ചിരുന്നു. നമുക്ക് ആദ്യം കൊല്ലം സിറാജിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ഇവരുടെ പെർഫോമൻസിലേക്ക് മടങ്ങിയെത്താം. കൊല്ലം സിറാജ് എന്തു പറഞ്ഞു എന്ന് നോക്കാം. എസ് ലല്ലു ചേരും. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരം കഴിഞ്ഞുള്ള ഇരിപ്പാണ്. സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചുള്ള ഇരിപ്പാണ്. ഒന്നാമത് അവസാന നിമിഷം മിമിക്രി മത്സരത്തിന്റെ വേദി മാറ്റി സെന്റ് ജോസഫ് സ്കൂളിലേക്കാണ് മാറ്റിയത്. സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നിലയുടെ മേളിലെ ഒരു സ്റ്റേജ്. പൊതുവേ അതുകൊണ്ട് ഈ വേദി മാറ്റം അറിഞ്ഞ് ആളുകൾ എത്തിയപ്പോഴേക്കും വൈകി. പൊതുവെ ആളുകൾ കുറവായിരുന്നു. ഏതായാലും എന്നോടൊപ്പം കൊല്ലം സിറാജാണുള്ളത്. സിറാജിക്കോട് ചോദിക്കാം, ഈ മിമിക്രി മത്സരം കണ്ടതിന് ക്ഷീണമാണ് രണ്ടുപേർക്കും. സിറാജിക്ക ഈ കേരളത്തിൽ മിമിക്രി കണ്ടുപിടിച്ച കാലം മുതൽ അതുമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഒരുപാട് കലോത്സവങ്ങൾ, സംസ്ഥാന കലോത്സവങ്ങൾക്ക് ജഡ്ജായി പോയിട്ടുള്ളൊരു ആളാണ്. ഇപ്പോഴും ഈ രംഗത്തുള്ള ഒരാളാണ്. 3 നില കയറി വന്ന് ഇതിന് തലവെച്ച് കൊടുക്കണമായിരുന്നു എന്ന് തോന്നിയോ? ഞാൻ ഒരുപാട് ക്ഷീണം വന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തീരാറായപ്പോഴാണ് ഞാൻ വന്നത്. മൊത്തം കണ്ടില്ല. ഇത് 3 നില കയറേണ്ടി വന്നു. വേറെ സ്ഥലത്താണെന്ന് ആദ്യം പറഞ്ഞു. അവിടെ പോയിട്ട് അവിടെ നിന്ന് വരുക. എന്തായാലും അല്ല, ഇപ്പം എന്താ ചോദിക്കാൻ പോകുന്നത്? ചോദിക്കും. അല്ല, ഞാൻ ചോദിച്ചത് ഈ നമ്മൾ മൊത്തം ഈ മത്സരം കണ്ടതിനകത്ത് ഞാൻ കുറേ നാളായിട്ട് കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് മിമിക്രി മത്സരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. സിറാജിക്ക് ഞാനീ പറഞ്ഞ പോലെ ഒരുപാട് കലോത്സവങ്ങളിൽ ജഡ്ജായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ഈ രംഗത്തുള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഈ മത്സരത്തിൽ ഉണ്ടതായിട്ട്, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും ഒരു ഐറ്റം വന്നതായിട്ട് തോന്നിയോ? പുതുതായിട്ട് ഒരു ഐറ്റം വന്നു, അതായത് ബീറ്റ് ബോക്സ് അവതരിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി അത് തന്നെ ചെയ്യാൻ അറിയാവുന്നുള്ളൊരു സ്ഥിതിയാണ്. അതാണ് കുഴപ്പം. നമ്മൾ ഈ മത്സരത്തിന് 5 മിനിറ്റ് തന്നിട്ടുണ്ട്. ഈ 5 മിനിറ്റും ബീറ്റ് ബോക്സ് അവതരിപ്പിച്ച കാര്യമില്ല. പലതരം ബീറ്റ് ബോക്സുകൾ ആണ് അവതരിപ്പിക്കുന്നത്. ഈ ബീറ്റ് ബോക്സും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബീറ്റ് ബോക്സും സജീവമാണ്. ബീറ്റ് ബോക്സ് നല്ല ശബ്ദാനുകരണമാണ്, നല്ല സ്ട്രെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അതുമാത്രം പഠിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഭാവിയിൽ എല്ലാവരും ഭാവി ഇവിടെ നോക്കുന്നുണ്ട്. ഭാവിയിൽ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഈ മത്സരാർത്ഥി ഈ അരമണിക്കൂർ ഒരു പരിപാടി അരമണിക്കൂറും ബീറ്റ് ബോക്സ് ചെയ്താൽ ശരിയാവും. പിന്നെ അതുപോലെ തന്നെ ഈ നടന്മാരുടെ ശബ്ദാനുകരണം ഇപ്പം ശശികലിംഗയുടെ ഇവിടെ കണ്ടു. എല്ലാം ഈ പാർട്ടി പേരിൻ്റെ ശബ്ദം പറ്റിയ അതൊരു ഇതാണ് ഷർട്ടല്ലേടാ ഉപയോഗിച്ചത്. അത് തന്നെ പറഞ്ഞു മാറ്റം വരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് കാണുകയാണ് ഈ വരിക, ഈ പ്രഭാതം പൊട്ടി വിടരുക, പിന്നെ ഈ മുടിവെട്ടുന്ന കത്രിക, പുല്ലരിയുന്ന മെഷീൻ, പിന്നെ മറ്റേ മകുടി ഊന്നുന്ന പാമ്പാട്ടി. കുഞ്ഞിനെ മാത്രമേ സാധാരണ ഈ മറ്റേ പ്രപഞ്ചോൽപ്പത്തിയുടെ കൂടെ ഒരു കുഞ്ഞ് കരയും. ആ കുഞ്ഞിനെ ഏതായാലും കരഞ്ഞു കണ്ടില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഒരു ആവർത്തനങ്ങൾ തന്നെയാണ്. മറ്റേ കയറ്റം കയറുന്ന ഓട്ടോറിക്ഷ, സ്റ്റേഷനിൽ വന്നു പോകുന്ന ട്രെയിൻ, എവിടെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ റിയാലിറ്റി ഷോകളുടെയൊക്കെ ഒരു കാലത്താണ് ഏറ്റവും പുതിയ സംഭവങ്ങൾ കണ്ടു വരുന്ന ആളുകളാണ്. അവരിവിടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതിങ്ങനെ ഒരു തോന്നൽ വേണ്ടേ? അല്ല, അതായത് പ്രഭാതം പൊട്ടി വിടരണമല്ലോ, എന്നാലല്ലേ നമുക്ക് ഉച്ചയും വൈകുന്നേരമൊക്കെ വരത്തുള്ളൂ. അതല്ല എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് പെട്ടെന്ന് ഇപ്പം മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു കുട്ടിയെടുത്ത് എന്താ ചെയ്യാൻ പറ്റും? മാതാപിതാക്കളാണെങ്കിലും ചോദിക്കും ട്രെയിനിൻ്റെ ശബ്ദം, അത് സ്വാഭാവികമായിട്ട് പ്രതി കാണുന്ന ശബ്ദമാണ്. അതുകൊണ്ടാണ് അത് തന്നെ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ വെറൈറ്റിയിലേക്ക് പോകാൻ തേങ്ങാതിരിയിലൊക്കെ പോകും. പ്രതി കാണുന്ന ശബ്ദം എന്ന് പറയുന്നതല്ലേ. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പറഞ്ഞ പോലെ പുതുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സ്റ്റോറി പോലെ എന്തെങ്കിലും ഇതിനെല്ലാം കണക്ട് ചെയ്തൊക്കെ ചെയ്യുമ്പോഴാണ് അതാണ് പുതുമയെന്ന് പറയുന്നത്. അതുപോലെ നടന്മാരുടെ ശബ്ദം അനുകരിക്കുമ്പോൾ അതിലത്ത് എന്തെങ്കിലും ഒരു ഹ്യൂമർ അല്ലെ ഒരു കോമഡിയൊക്കെ വരുത്തിയാൽ അവതരിപ്പിക്കാം. ഇതൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്നും വരുന്നില്ല അതിനൊന്നും മെനക്കെടുന്നില്ല. മോണോ ആക്ടിനാണെങ്കിൽ ഇവരൊക്കെ മെനക്കെടും. ഒരു അധ്യാപകനെ കൊണ്ട് പഠിപ്പിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. മിമിക്രി എന്ന് പറയുമ്പോഴേ അത് പേരൻസിൻ്റെ അടുത്ത് തന്നെ പറയും, തലേന്നാവട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കി അവിടെ പോയി ചെയ്ത് കൂട്ടാന്ന് പറയും. അതാണ് എൻ്റെ കുഴപ്പം. അതാണ്, വേറൊന്നുമില്ല. അതിൽ ഈ കുറച്ചുകൂടെയൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല നല്ല സംഗതികൾ കാരണം നമുക്ക് ഇപ്പം വർഷങ്ങളായിട്ട് കലോത്സവം കാണുന്നതാണല്ലോ, അല്ലെങ്കിൽ ജഡ്ജായിട്ട് പോകുന്നതാണല്ലോ. മിമിക്രി വേദിയിൽ ഒരു താരമുണ്ടാകുക എന്ന് പറയുന്നത് ഓരോ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു പണ്ട്. അപ്പം നമുക്കറിയാം, നമ്മുടെ
സൂരജൊക്കെ പാലക്കാട് കലോത്സവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സൂരജ് 2019 തോന്നുന്നു. സൂരജൊക്കെ വരുന്നത് ഒറ്റ കലോത്സവം കൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരനായതാണ് നമ്മുടെ സൂരജ് തലക്കാട് അടക്കമുള്ള അങ്ങനെയുള്ള ഒരുപാട് പേര്, ഗിന്നസ് ബക്കറു, ഇവരെല്ലാം കലോത്സവത്തിൽ കൂടെ വന്ന നല്ല പ്രതിഭകളാണ്. അങ്ങനെ പുതിയ കുട്ടികൾ വരുന്നില്ല. അവർക്ക് സ്വാഭാവികമായിട്ട് മത്സരം മാത്രമാവുന്നതിനൊരു പ്രശ്നം ഉണ്ടെന്ന്. ശരിയാണ്. അതിപ്പോൾ ഇപ്പം അങ്ങനെ മിമിക്രിയിൽ നിന്നും അങ്ങനെ ഒരു പ്രതിഭ അങ്ങനെ വരുന്നില്ല. ജോസഫ് വിൽസനൊക്കെ വന്ന കാലം തുടർച്ചയായിട്ട് 5 തവണ മത്സരിച്ചാണ് ജോസഫ് വിൽസൺ പ്രൈസ് വാങ്ങിച്ചത്. അപ്പോൾ അതുപോലൊരു അങ്ങനെ ജോസഫ് വിൽസൺ, അങ്ങനെ ഗിന്നസ് ബക്കറു, അങ്ങനെ പേരുണ്ടാക്കത്തക്ക ഒരു രീതിയിലുള്ള ആരും ഈ മത്സര വേദിയിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അവരത് മെനക്കെടുന്നില്ല. ഒരു പുതുമ പോകുന്ന എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊല്ലം സിറാജിൻ്റെ നെടുമുടി വേണു, കൊല്ലം സിറാജിൻ്റെ നെടുമുടി വേണു മധുവെല്ലാം ഒരു കാലത്ത് നമ്മളിങ്ങനെ ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഐറ്റങ്ങളാണ്. സിറാജിക്ക് ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. നമുക്ക് ആരെങ്കിലും ഒന്ന് കേൾപ്പിച്ചാലോ? ഞാൻ ഇപ്പോഴ് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ജയൻ കൊല്ലത്തുകാരനാണ്. അപ്പോൾ പരലോകത്തിരുന്നുകൊണ്ട് ജയൻ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയാൻ സാധ്യതയുള്ള ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാം. കൊല്ലം ചില്ലം കൊല്ലത്തെ സ്കൂൾ കലോത്സവം കൊല്ലം കലോത്സവമാക്കി മാറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് കരുതി ആരും തിരിച്ച് വീട്ടിൽ പോകാതിരിക്കരുത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. ഇതിൽ കൂടുതൽ നീട്ടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അണ്ണാമൂത്താലും മരങ്ങേറ്റം മറങ്ങില്ല എന്ന് പറഞ്ഞ കണക്ക് കേരളത്തിൽ മിമിക്രി ഉണ്ടായ കാലം മുതൽ അതുമായി നടക്കുന്നൊരു മനുഷ്യനാണ്. ആയിരക്കണക്കിന് വേദികൾ കേരളത്തിലെ മിമിക്രി പ്രേക്ഷകരെ സന്തോഷിപ്പിച്ച ഒരു മനുഷ്യനാണ്. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരം കണ്ടതിൻ്റെ ക്ഷീണത്തിൽ ശ്രീ കൊല്ലം സിറാജിനും ക്യാമറമാൻ ഷിജു ചവറയ്ക്കുമൊപ്പം എസ് ലല്ലു, ന്യൂസ് 8.